ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഞാൻ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ വന്ന സ്ഥലത്തേക്ക് തന്നെ ഒരു 3 കിലോമീറ്റർ പുറകോട്ട് പോവുകയാണ്. കാരണം മറ്റൊന്നുമല്ല, എന്നെ വഴിയിൽ വെച്ച് രണ്ട് മൂന്ന് ആളുകൾ വന്ന് തടഞ്ഞു നിർത്തി. അവർ പറഞ്ഞു, ഇന്നത്തെ സ്റ്റേ ഞങ്ങൾ തരാം, ബ്രദർ ബുദ്ധിമുട്ടണ്ട എന്ന് പറഞ്ഞ് എന്നെ ഇപ്പോൾ തിരിച്ച് കൊണ്ടുപോവുകയാണ്. ഇവിടെ അടുത്തുള്ള ടൗണിൽ കൂടിയാണ് ഞാൻ വന്നത്. അപ്പോൾ ടൗണിലോട്ട് തന്നെ തിരിച്ചു പോവുകയാണ്. അവരുടെ ഈ ഗ്യാസ് ഏജൻസിയാണ്, ഇന്ത്യൻ്റെ ഗ്യാസ് ഏജൻസിയാണ്. അപ്പോൾ ഗ്യാസ് ഏജൻസിയുടെ വണ്ടിയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് നമ്മളെ അതിൽ കയറ്റിയിട്ട് തിരിച്ചു കൊണ്ടുപോവുകയാണ്. അവരുടെ ഓഫീസിൽ കിടക്കാനുള്ള സൗകര്യം തരാമെന്ന് പറഞ്ഞു. ഇതുകൊണ്ട് വയലാണ്, അവർക്കിവിടെ കുറച്ച് സ്ഥാപനങ്ങളെല്ലാം ഉള്ളതാണ്. അപ്പോൾ ഈ വയലിൻ്റെ നല്ല കാഴ്ചകൾ വണ്ടിയിൽ നമ്മുടെ ഐസിൻ്റെ വണ്ടിയായ അശോക് ലൈലാൻഡിൻ്റെ വണ്ടിയാണ്. അപ്പോൾ അതിൽ നിന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. നമ്മൾ മുൻപ് ഇതുപോലെ യാത്ര പോയിരുന്നു, മറ്റൊരിടത്തുമല്ല. നമ്മുടെ ധനുഷ്കോടിയിൽ വെച്ച് പാമ്പൻപാലം കാണാൻ പോയതിന് ശേഷം നമ്മൾ അവിടെ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് പച്ചക്കറി വണ്ടി ഇതുപോലെ യാത്ര ചെയ്തതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണത്. സൂര്യനൊക്കെ അസ്തമിക്കാറായിരുന്നു. ഞാനിപ്പോൾ പോയിരുന്ന റൂട്ടിൽ നിന്ന് എനിക്ക് കുറഞ്ഞതൊരു 15 കിലോമീറ്ററൂടെ പോയാലേ ഉള്ളൂ എനിക്ക് നല്ലൊരു ഗ്രാമം കിട്ടത്തുള്ളൂ, കിടക്കാനുള്ള സൗകര്യം കിട്ടത്തുള്ളായിരുന്നു. ഞാൻ അതിനുവേണ്ടി ആഞ്ഞ് ചവിട്ടി പോവുമായിരുന്നു. അപ്പോഴാണ് ഇവർ വന്ന് ബ്ലോക്ക് ചെയ്ത്, ബ്രദർ പോകണ്ട, നമ്മൾ ബ്രദറിന് സ്റ്റേ തരാം, ഞങ്ങൾ ഇവിടെ അടുത്തുള്ളവരാണ്. എന്തോ ദൈവാനുഗ്രഹമാണ്, വലിയ അനുഗ്രഹം തന്നെയാണ്. കാരണം അല്ലെങ്കിൽ ഞാൻ 15 കിലോമീറ്ററൂടെ പോകണമെങ്കിൽ എനിക്ക് എങ്ങനെയാണെങ്കിലും 7 മണിയാകാതെ അവിടെ എത്താൻ പറ്റില്ല. 7-7:30 ആവും. ഇത് കണ്ടോ, കോട്ടൻ്റെ കൃഷിയാണ് മുഴുവൻ. അതിനിടയിൽ തന്നെ ഇവർക്ക് പരിചയമുള്ളൊരു പോലീസുകാരൻ വന്നിട്ട് വരികയും ചെയ്തു. അദ്ദേഹവും നമ്മൾ ടൗണിനോട് അടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പതിയെ പോവുകയാണ്. അവരിവിടെ ഉണ്ട്. അവരുടെ ഗോഡൗണാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങോട്ടേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഈ താഴെ കാണുന്നതാണ് ഗോഡൗൺ കേട്ടോ. സാഹന ഇന്ത്യൻ ഉണ്ട്. ഇതാണ് അവരുടെ ഓഫീസ്. ഇന്ത്യൻ ഓയിലിൻ്റെയാണ്. എന്താ അവരുടെ വണ്ടികളാണ് ഈ കിടക്കുന്നത് കേട്ടോ. ആഹാ, അസിലിൻ്റെ കളിയാണ് കേട്ടോ. എന്താ അവരുടെ അങ്കിള്, അവരുടെ ഫാദറൊക്കെയാണ് നിൽക്കുന്നത് കേട്ടോ. അതേ നമ്മളെയും കൂട്ടി ഇങ്ങനെ എത്തിയിരിക്കുകയാണ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് കേട്ടോ പതുന്നത്. ദൈവത്തിൻ്റെ ഓരോ കളികളെ. ആദ്യമായിട്ട് ട്രാക്ടറിൽ യാത്ര ചെയ്യുക. ഇത് കണ്ടോ, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. അടിപൊളി. എന്താ ട്രാക്ടറിൽ യാത്ര പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളെ കഴിഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട് ഇവിടെ, ഒരു ഫെസ്റ്റിവലാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഈ ട്രാക്ടറെല്ലാം അലങ്കരിച്ച് അതിൽ DJ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇവർ പോകുകയെന്ന് പറയുമ്പോൾ ഞാനിവിടെ കയറി. കാരണം മറ്റൊന്നുമല്ല, ആദ്യമായിട്ടാണ് ട്രാക്ടറിൽ കയറി യാത്ര ചെയ്യുന്നത്. നമ്മൾ ട്രെയിലറിൽ കയറി പോയിട്ടുണ്ട്, വലിയ ഇത് നാഷണൽ ഗവൺമെൻറ് ലോറിയൊക്കെ കയറി യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു ട്രാക്ടറിൽ യാത്ര ചെയ്യുന്നത് കേട്ടോ. എന്താ അല്ലേ, ഇങ്ങനെ പോകാം കേട്ടോ. യാത്ര ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടിപ്പോഴാണ് മനസ്സിലായത്. ട്രെയിലർ പറയുന്നുണ്ട്.
right side, no? Temple. Temple, Yeah. right side. Mandir. Right side. Left side. അപ്പത്തെ ഇവിടുത്തെ അമ്പലത്തിൽ ഉത്സവമാണ്. ഉത്സവത്തോടനുബന്ധിച്ച് നാളെ ഇവിടെ ഭയങ്കര പരിപാടികളാണ്. അതിനുവേണ്ടിയിട്ട് നമ്മുടെ സുഹൃത്ത് ഇവിടുത്തെ MLA ഒരു വലിയ അടുത്ത ആളാണ്. ഇദ്ദേഹത്തിൻ്റെ ഫാദർ. ഞാൻ അദ്ദേഹത്തെയൊക്കെ പോയി കണ്ട് അവരെനിക്കൊരു വലിയ സ്വീകരണമൊക്കെ തന്ന് അങ്ങനെ ഞങ്ങൾ ടൗണിലോട്ട് വന്നതാണ് നാളത്തെ പരിപാടിക്കുള്ള DJ സെറ്റ് ഈ ട്രാക്ടറിൻ്റെ മുകളിൽ കയറ്റാൻ വേണ്ടി. അപ്പോൾ അവർ പോരുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാനും പോന്നു. മുതലാളി തന്നെയാണ് കേട്ടോ വണ്ടി ഓടിച്ച് വന്നിരിക്കുന്നത്. അവരുടെ ഫ്രണ്ടാണ് ഇത് പ്രോഗ്രാം നടത്തുന്നത്. അപ്പോൾ DJ കയറ്റാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ ബിസിയാണ്. ടൗണിൽ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഭയങ്കര ബിസിയാണ് കേട്ടോ. ഇവിടുന്ന് DJ കയറ്റി പോകാൻ വേണ്ടി വന്നതാണ്. ട്രെയിലറൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ട്രാക്ടറിൽ യാത്ര ചെയ്യുന്നത്. അടിപൊളി. അപ്പോഴത്തെ മനോഹരമായ ഒരു സൂര്യോദയവും തൊട്ട് താഴെ കാണുന്ന മനോഹരമായ ഈ വയലിൻ്റെ ഒക്കെ നടുവിൽ നിന്നും ഇന്നത്തെ യാത്ര നമ്മൾ ആരംഭിക്കുകയാണ്. ഇനി നമുക്കൊരു 360 കിലോമീറ്ററാണ് ഗോവയിലെ പനാജിയിലേക്കുള്ളത്. അപ്പോൾ യാത്ര നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഒരുപാട് പേര് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോഴത്തെ വഴിയിൽ വെച്ച് നമ്മളെ കണ്ട അഭിഷേകാണ് നമ്മളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. 2 ദിവസമായിട്ട് ഞാൻ ഇവിടെയാണ് തങ്ങിയത്. ഇതൊരു ഗ്യാസ് ഏജൻസിയാണ്. അഭിഷേക് വഴിയിൽ വെച്ച് എന്നെ കണ്ട് അത് കഴിഞ്ഞ് അവരുടെ ഗ്യാസ് ഏജൻസി എടുത്ത് ആ വണ്ടി കൊണ്ടുവന്ന് എൻ്റെ സൈക്കിള് കയറ്റി 3 കിലോമീറ്റർ പുറകോട്ട് തന്നെ കൊണ്ടുവന്ന് ഈ ഫാമിലാണ് 2 ദിവസമായിട്ട് ഞാൻ തങ്ങിയത്. ധാരാളം കോഴികളും നായ്ക്കുട്ടികളും പശുക്കളും ആടുകളും ഒക്കെയുള്ള ഒരു മനോഹരമായ ഒരു ഫാമാണ്. അപ്പോൾ ഇവിടെ അവരെനിക്കൊരു വലിയ സ്വീകരണമാണ് നൽകിയത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ 2 ദിവസം റെസ്റ്റും എടുത്ത് ഞാൻ യാത്ര 2 ദിവസമല്ല, മിനിങ്ങാന്ന് വൈകിട്ട് വന്നതാണ്. ഇന്നലെ ഫുള്ളായിട്ട് ഇവിടെ താമസിച്ചു. നമ്മുടെ കുറച്ച് ഡ്രസ്സൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി ഉണക്കി. അപ്പോൾ ഇന്ന് നമ്മൾ യാത്ര തിരിക്കുകയാണ്. ഈ പുള്ളി പയ്യൻ ഇവിടുത്തെ ആളാണ് കേട്ടോ. അവനാണ് ഇതൊക്കെ നോക്കി നടത്തുന്നത്. അവൻ്റെ ഫാദറും മദറും ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഇന്ന് രാവിലെ യാത്ര തിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവൻ 6 മണി ആയപ്പോഴേ എൻ്റെ അടുത്ത് വന്നതാണ്. അപ്പോൾ ഓക്കെ ബൈ മെജാരെ ശുക്രിയ താങ്ക് യു. അപ്പോഴത്തെ കുഞ്ഞ് പോകാൻ റെഡിയായിട്ട് കിടക്കുകയാണ്. അവൾ എന്തോ മണമൊക്കെ പിടിച്ച് കിടക്കുകയാണ്. അവൾക്ക് ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് പാല് വാങ്ങിച്ചു കൊടുക്കണം. അപ്പോൾ ശരി, നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. നല്ലൊരു സൂര്യോദയമാണ്. വയലിൻ്റെ നടുവിലുള്ള നല്ലൊരു സൂര്യോദയം. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ യാത്ര തിരിക്കുകയാണ്. മനോഹരമായ വയലാണ് കേട്ടോ. ഇങ്ങനെ കിടക്കുകയാണ്. നമ്മുടെ നാട്ടിൽ കുട്ടനാട്ടിലോ പാലക്കാടോ എന്ന ഒരു പ്രതീതി. അപ്പോൾ ശരി, യാത്ര തുടരാം. ഓണത്തിന് മാത്രമല്ല കേട്ടോ ഓണത്തുമ്പി വരുന്നത്. തുമ്പിയുടെ ജനിക്കുന്ന സമയം ഇപ്പോൾ തന്നെയാണ്. നമ്മൾ ബലൂൺ കേവ്സിൽ ധാരാളം തുമ്പികളെ കണ്ടതാണ്. ചെയ്ത് കണ്ടോ, തുമ്പി പറന്ന് കളിക്കുന്നുണ്ടോ? നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ പറയും ഇത് ഓണത്തുമ്പിയാണ്. ഓണത്തുമ്പി ഒന്നുമല്ല, ആ തുമ്പി തന്നെയാണ് ഈ തുമ്പിയും. ഈ തുമ്പികളെല്ലാം ഒരേ കാലത്തിലാണ് ജനിക്കുന്നത്. മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നത്. കുഴിയാന പോലെ മണ്ണിൽ കൊണ്ടുവന്ന് മുട്ടയിട്ടതിന് ശേഷം തുമ്പികൾ പറന്ന് കിടക്കുന്നതാണ് ഈ കാണുന്നത്. ഇതുണ്ടോ എന്തേരം തുമ്പിയാണ് പറന്ന് കിടക്കുന്നതെന്ന് നോക്കി. അത് എല്ലാ പാടത്തും ഒരേ കാലത്ത് തന്നെയാണ് തുമ്പികൾ ഉണ്ടാകുന്നത്. ഞാനിങ്ങ് വന്നപ്പോൾ എല്ലാം ഇതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇതും കാണുകയാണ്. നമ്മുടെ നാട്ടിലും ഈ സമയത്ത് തന്നെയാണ് തുമ്പി ഉണ്ടാകുന്നത്. സെപ്റ്റംബർ മാസത്തിലാണ് തുമ്പികൾ. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് തുമ്പി മുട്ട വിരിഞ്ഞിറങ്ങുന്നതും ഇതുപോലെ പാറിക്കളിക്കുന്നതും. അപ്പോൾ തുമ്പി ഓണത്തിന് വരുന്നതല്ല, ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് തുമ്പികളുടെ കാലം. ഇതുണ്ടോ മനോഹരമായിട്ട് ഉള്ള വയലേലയുടെ ഫുള്ള് ഭാഗത്തും തുമ്പികളിങ്ങനെ പാറിക്കളിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് സൂര്യകാന്തി വിരിഞ്ഞു നിൽക്കുന്നതാണ്, പൂക്കളാണ് കണ്ടത്. ഇത് ആ പൂവുകളെല്ലാം ഇതളുകളെല്ലാം പൊഴിഞ്ഞതിന് ശേഷം സൂര്യകാന്തിയുടെ വിത്തെടുക്കാനുള്ള പരുവത്തിലേക്ക്
സൂര്യകാന്തി വളഞ്ഞു നിൽക്കുന്നതാണ്. ഇതുണ്ടോ, അതിൻ്റെ പൂക്കളെല്ലാം പോയി, പൂക്കളുടെ ഇതളുകളെല്ലാം പോയിട്ട് സൂര്യകാന്തി ഇങ്ങനെ വളഞ്ഞു നിൽക്കുകയാണ്. ഇനി അത് മൂത്ത് കഴിയുമ്പോഴാണ് ഇതിൽ നിന്നും വിത്തെടുക്കുന്നത്. വിത്തെടുത്ത് നമ്മുടെ കിളികൾക്കും അങ്ങനെ സൂര്യകാന്തി എണ്ണ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. നല്ല ക്വാളിറ്റി ഉള്ളത് എണ്ണയെടുക്കാനും അല്ലാത്തത് ആണ് കിളികളുടെ ആവശ്യങ്ങൾക്ക്, അതായത് നമ്മൾ വളർത്തു പക്ഷികൾക്ക് കൊടുക്കുന്ന സൂര്യകാന്തി വിത്തുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. നല്ല വിത്തുകളെല്ലാം ഇതിലേക്ക് പോവും, അതായത് പിന്നെ നമ്മുടെ എണ്ണ ഉൽപ്പാദനത്തിന് പോവും. അപ്പോൾ വലിയ പാടങ്ങളാണ് കേട്ടോ. ഇതല്ലാതെ ഈ സൈഡിൽ കാണുന്നതെല്ലാം അത്തരം പാടങ്ങളാണ്. വളരെ നീളത്തിൽ, വളരെ ദൂരത്തിൽ നമുക്ക് പാടങ്ങൾ കാണാൻ പറ്റിയതുണ്ട്. ഈ ചെറിയ ഇതൊക്കെ വലുതെല്ലാം ഇതിന് പോയി, എണ്ണയ്ക്ക് പോവും. ബാക്കി ചെറുതായിട്ട് നിൽക്കുന്നതൊക്കെ നമ്മുടെ കിളികളുടെ തീറ്റയ്ക്കായിട്ട് ആണ് പോകുന്നത്. അവിടെയൊക്കെ പൂക്കൾ തീരാറായി കണ്ടോ. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഇനി ഒരു 10 കിലോമീറ്റർ കൂടെ പോയാലേ ഉള്ളൂ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ളൊരു സ്ഥലം കിട്ടത്തുള്ളൂ. കാരണം ഇവിടെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ചപ്പാത്തിയോ അതുപോലത്തെ സാധനങ്ങൾ കിട്ടിയില്ല. ഇവിടുത്തെ നമ്മുടെ എന്നതാ ഒരു ഇത് അരിയിൽ നിന്നുണ്ടാക്കുന്ന നമ്മുടെ മലര് കൊണ്ടുള്ള ഒരു സംഭവം മാത്രമേ ഇവിടെ ഉള്ളൂ. അത് ചോറ് പോലെ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു രീതിയാണ്. പക്ഷെ അത് കഴിച്ചാൽ എനിക്ക് ഒന്നും ആയില്ല. അതുകൊണ്ടാണ് അത് ഏറ്റവും സൂപ്പറായിട്ടുള്ള ഫുഡാണ് കേട്ടോ. പക്ഷേ നമുക്കത് ശരിയാവില്ല. അതുകൊണ്ട് ഞാനും കുഞ്ഞിയും കൂടി മുമ്പോട്ട് പോവുകയാണ്. പിന്നെ കുഞ്ഞിക്ക് എവിടെയെങ്കിലും ഓംലേറ്റ് കിട്ടുമോ എന്നൊക്കെ ഒന്ന് നോക്കണം. അവൾ നല്ല ഉറക്കമാണ്, നല്ല തണുത്ത കാറ്റുണ്ട്, അതുകൊണ്ട് നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പോഴത്തേ നമ്മൾ ഉളുകുപേള ടോൾ വരെ എത്തിയിട്ടുണ്ട്. ഇവിടെ മുഴുവൻ കൃഷിയാണ് കേട്ടോ. അവിടെ മുഴുവൻ പുൽകൃഷിയാണ്, പശുക്കളൊക്കെ ഒരുപാടുള്ള സ്ഥലമാണ്. ഇത് മുഴുവൻ പരിപ്പ് ഡാലാണോ? ഡാലാണോ? ഓ ഇतना लंबा हो जाएगा? अच्छा. അപ്പോഴത്തേ ഇത് മുഴുവൻ പരിപ്പ് കൃഷിയാണ്. പരിപ്പ് കൃഷിയുണ്ട്, പരുത്തി കൃഷിയുണ്ട്. പിന്നെ അപ്പുറത്തോട്ട് നോക്കിയാൽ നമുക്ക് എന്നതാ ചോളത്തിൻ്റെ കൃഷി, എല്ലാം അടിപൊളി കൃഷിയാണ്. അതോടൊപ്പം തന്നെ അത് കണ്ട ആടിനെ കൊണ്ടുവരുന്ന കണ്ട, അടിപൊളിയല്ലേ? അപ്പോഴത്തേ ഇവിടുത്തെ ടോളിലെ ആൾക്കാർ എന്നെ പിടിച്ചു നിർത്തിയതാണ്. അപ്പോഴത്തേ ഇതുണ്ട, നമ്മളെ ടോളിലെ ആൾക്കാർ വിളിച്ചു നിർത്തിയതാണ്. ഹലോ ഭായ്, आपका नाम क्या है? सोहेल पटेल फ्रॉम यूपी. आपका नाम? पेरू बोलो. पूजा. हेलो भाई. हाँ जी, आपका नाम क्या है? गणेश. आप इधर का है? कर्नाटक का? हाँ, कर्नाटक. अच्छा. एक आदमी बस यूपी का, बाकी दोनों कर्नाटक का. आपका नाम क्या है? सोमन्ना इधर का है. अन्ना बोलेगा तो पूरा कर्नाटक का है. अन्ना बोलेगा तो ये क्या हुआ? ഫാസ്ടാഗ്. അപ്പോൾ ഫാസ്ടാഗിൽ കിടക്കുന്ന വണ്ടികളെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ടോൾ പ്ലാസയിൽ നിന്ന് പതിയെ യാത്ര തിരിക്കുകയാണ്. ഓക്കെ ബായ്, ശുക്രിയ. आपका नाम क्या है जी? രമേശ്. രമേശ് അണ്ണന് ഇപ്പോൾ പെട്രോളൊക്കെ വാങ്ങിച്ചു, ഡീസൽ ട്രാക്ടറെ ട്രാക്ടറിനുള്ള ഡീസലൊക്കെ വാങ്ങിച്ച് കേത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തോട്ടൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൃഷിയെല്ലാം വ്യവസായം എല്ലാം അടിപൊളിയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണോ മാനേജർ? साइकिल राइड कर रहा है जी. हाँ, वीडियो में है. आपका नाम क्या है जी? शंगनागुड़ा पटेल. आप इधर का है? इंस्टाग्राम आईडी क्या है? ये है जर्नी ऑफ जॉब. ये तो यूट्यूब के लिए कर रहा है. ओके जी. क्या है आपका? वही है. ഓക്കെ. അപ്പോൾ നമ്മൾ യാത്ര മുന്നോട്ട് പോവുകയാണ്. ഇവരെയൊക്കെ കണ്ട് സന്തോഷമൊക്കെ. താങ്ക് യു സാർ, താങ്ക് യു. ഹലോ, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ 4:30 ആയതേ ഉള്ളൂ. മറ്റൊന്നും കൊണ്ടല്ല, നല്ല മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ഞാൻ മുമ്പോട്ട് പോയാലും വേറെ പമ്പുകളോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും കിട്ടാൻ സാധ്യത കുറവാണ്. ഇനി അങ്ങോട്ട് ഈ ടൗൺ കഴിഞ്ഞാൽ ഒരു 20-22 കിലോമീറ്റർ കഴിഞ്ഞാലേ ഉള്ളൂ നമുക്കൊരു ടൗൺ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഗ്രാമങ്ങളൊക്കെ ഉള്ളിലാണ്. അപ്പോൾ ഇവിടെ വന്ന ഒരു ആളോട് ഞാൻ ചോദിച്ചു ഇന്ന പോലെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇനി അങ്ങോട്ട് പോയാൽ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഉള്ളിലൊരു ഇത് ആ ടൗൺ അങ്ങോട്ടാണ് കിടക്കുന്നത് കേട്ടോ, ആ ഭാഗത്തോട്ടാണ്. അപ്പോൾ കൂടുതൽ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഈ പമ്പിൽ ചോദിച്ച്
ഇവിടെ കിടക്കാൻ പറ്റുമോയെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, കിടക്കാം, 11 മണി വരെ പമ്പുണ്ട്, അത് കഴിഞ്ഞിട്ട് ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് നമുക്ക് യാത്ര തുടരാമെന്നാണ് വിചാരിക്കുന്നത്. വായിക്കുന്ന പുള്ളിക്ക് ഒരു കൈയില്ല, ഒറ്റ കൈയില്ല, ശ്രദ്ധിച്ചാൽ കാണാം.